ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാർ അന്തിമഘട്ടത്തിലാണ്. ഈ കരാർ നടപ്പിലായാൽ അമേരിക്കയിൽ താമസിക്കുന്നവരുടെ ജീവിത ചെലവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നികുതി കുറയ്ക്കുന്നതോടെ അമേരിക്കൻ ഉപഭോക്താക്കൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാകും. ഈ പുതിയ പദ്ധതി പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള പല ഉൽപ്പന്നങ്ങളും അധിക നികുതിയില്ലാതെ അമേരിക്കയിലേക്ക് പ്രവേശിക്കും. ഈ പട്ടിക ഉൾപ്പെടുന്ന പ്രധാന ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡയമണ്ടുകളും രത്നങ്ങളും, മരുന്നുകൾ, സ്മാർട്ട് ഫോണുകൾ, വിമാനഭാഗങ്ങൾ, മസാലകൾ, മാമ്പഴം, പഴം, വെളിച്ചെണ്ണ, ബേക്കറി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ എന്നിവയാണ് അധിക നികുതിയില്ലാത്ത അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്ന ഉൽപ്പന്നങ്ങൾ. തുണിത്തരങ്ങൾ, തുകലുൽപ്പന്നങ്ങൾ, ഷൂസുകൾ, വീടലങ്കാര വസ്തുക്കൾ എന്നിവയ്ക്ക് നികുതി കുറയുന്നതോടെ അമേരിക്കൻ വിപണിയിൽ ഇവ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകും. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ഫോണുകൾ എന്നിവയുടെ നിർമ്മാണ ചെലവ് കുറയാനും അതുവഴി അമേരിക്കൻ വിപണിയിൽ ഇവയുടെ വില സ്ഥിരമായി നിലനിൽക്കാനും കരാർ സഹായിക്കും. ഏഷ്യൻ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്ന രീതി ഒഴിവാക്കാൻ ഇത് അമേരിക്കൻ കമ്പനികളെ സഹായിക്കും. ജനറിക് മരുന്നുകൾക്ക് നികുതി ഇല്ലാതാക്കുന്നത് അമേരിക്കയിലെ സാധാരണക്കാർക്ക് മരുന്നുകൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കാൻ കാരണമാകും. സാധാരണയായി ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ നികുതി ഈടാക്കാറുണ്ടായിരുന്നു. എന്നാൽ പുതിയ കരാറിലൂടെ ഇത് 18% അല്ലെങ്കിൽ 0% കുറയും. ഇത് അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് കൂടുതൽ തെരഞ്ഞെടുപ്പുകൾക്കും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുകയും ചെയ്യും. ഇന്ത്യൻ കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാൽ അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെങ്കിലും ഈ കരാർ അമേരിക്കൻ വ്യവസായ മേഖലയ്ക്ക് വലിയ ഗുണം ചെയ്യും. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏകദേശം $500 ബില്യൺ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങുമെന്നാണ് സൂചന. ഊർജം, വിമാനം, സാങ്കേതിക വിദ്യ, കൽക്കരി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ വർദ്ധിച്ച ആവശ്യം അമേരിക്കയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് പ്രഖ്യാപിച്ച ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഇന്ത്യയുമായി ശക്തമായ സപ്ലൈ ചെയിൻ കെട്ടിപ്പടുക്കുന്നതിലൂടെ അമേരിക്കൻ കമ്പനികൾക്ക് ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഈ നീക്കം സഹായിക്കും. ഇറക്കുമതി നികുതി 50% നിന്ന് 18% കുറയുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാന വിലയിൽ വലിയ കുറവുണ്ടാകും. ഇത് അമേരിക്കയിലെ പണപ്പെരുപ്പ് നിയന്ത്രിക്കാൻ സർക്കാരിനെ സഹായിക്കും. പലിശ നിരക്ക് വർദ്ധിപ്പിക്കാതെ തന്നെ വിപണിയിലെ വിലക്കയറ്റം തടയാൻ സാധിക്കുമെന്നത് അമേരിക്കൻ ഭരണകൂടത്തിന് വലിയ നേട്ടമാണ്. കരാർ എത്ര വേഗത്തിൽ നടപ്പിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ പൂർണ്ണ ഗുണം ലഭിക്കുക. അമേരിക്കൻ വ്യാപാരികൾ നികുതി കുറയുന്നതിന്റെ ലാഭം ഉപഭോക്താക്കൾക്ക് കൈമാറുമോ എന്നതും നിർണായകമാണ്. ചുരുക്കത്തിൽ ഈ ഇന്ത്യ-US വ്യാപാര കരാർ കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് മാത്രമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് വസ്ത്രങ്ങൾ മുതൽ മരുന്നുകൾ വരെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുമ്പോൾ ചൈനയ്ക്ക് മേലുള്ള അമിത ആശ്രിതത്വം കുറയ്ക്കാൻ അമേരിക്കയ്ക്ക് ഈ നീക്കം സഹായകമാകും. നികുതി ഇളവുകൾ വിപണിയിൽ എത്തുന്നതോടെ അമേരിക്കയിലെ സാധാരണക്കാർക്ക് പണപ്പെരുപ്പത്തിൽ നിന്ന് വലിയൊരു ആശ്വാസം ലഭിക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം ഉൽപാദന മേഖലയിൽ ഇന്ത്യയെ ഒരു ആഗോള കേന്ദ്രമായി മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് ഈ കരാർ കരുത്തു പകരും. വരും വർഷങ്ങളിൽ ഏഷ്യൻ മേഖലയിലെയും ആഗോളതലത്തിലെയും വ്യാപാര സമവാക്യങ്ങളെ ഈ കരാർ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.